21-ാം തീയതി 3 മണിക്കകം ഞാൻ പൈസ അടച്ചില്ലെങ്കിൽ എന്നെയും പിള്ളേരെ ഇവിടുന്ന് ഇറക്കി സീല് വെക്കും. ജീവിക്കാൻ പോലും മാർഗമില്ലാത്ത അവസ്ഥ. കടം വീട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഈ സ്ഥലങ്ങൾ വിൽക്കാൻ നോക്കി. വില്ലേജുമായിട്ട് സമീപിച്ചപ്പോൾ അറിഞ്ഞത് ഇത് ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ടിന് വേണ്ടി പുറത്തുനിന്ന് ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടു. ബാങ്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഗവൺമെൻറ് ഇങ്ങനെ ഇട്ട് വലിപ്പിക്കുവാണ്. നേരത്തെ മുഖ്യമന്ത്രി അറിയിച്ച് അവിടുന്ന് കിട്ടിയ നോട്ടീസും കാര്യങ്ങളൊക്കെ റിപ്ലൈ കിട്ടിയത് എൻ്റെ കയ്യിലുണ്ട്. അവരെല്ലാം പറയുന്ന അനുഭാവപൂർണ്ണം ഇടപെടുക എന്നാണ്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ സ്ഥലം വിറ്റാലല്ലാതെ എന്നെക്കൊണ്ട് ഒരു നിവർത്തിയുമില്ല. നമസ്കാരം. നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി എരുമേലിയിലെ ചെറുവള്ളി എസ്റ്റേറ്റും അനുബന്ധ മേഖലയും ഏറ്റെടുക്കുന്ന സർക്കാർ വിജ്ഞാപനം കോടതി കയറിയതോടെ ഒരു കുടുംബം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എരുമേലിക്ക് സമീപം മക്കട ചാരുവേലിയിൽ താമസിക്കുന്ന ലിജിൻ മാത്യുവിൻ്റെ കുടുംബമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. കേരള ബാങ്കിൽ ഇവർ വായ്പ എടുക്കുകയും അതിപ്പോൾ ജപ്തി നടപടികൾ നേരിടുകയാണ്. ഈ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ഇവർക്ക് വന്നതോടെ ഈ ഭൂമി വിൽക്കാൻ പോലും കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് ലിജിൻ മാത്യു. 2 മക്കളും ലിജിൻ മാത്യു മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഭർത്താവിൻ്റെ മരണശേഷം വായ്പ തിരിച്ചടവ് മുടങ്ങുകയാണ്. എന്നാൽ ഭൂരിഭാഗം തുകയും അടച്ചിട്ടും ഇപ്പോൾ 28 ലക്ഷത്തോളം രൂപ ബാങ്കിൽ അടയ്ക്കണമെന്നൊരു നോട്ടീസാണ് വന്നേക്കുന്നത്. ഇപ്പോൾ സർഫാസി ഉത്തരവ് പ്രകാരം ജപ്തി നോട്ടീസും വന്നിരിക്കുകയാണ്. ഇതോടെ ഈ ഭൂമി ഏറ്റെടുക്കൽ വൈകുകയും ചെയ്യുന്നു. ഇവരുടെ വീട് ജപ്തി ഭീഷണിയും നിലനിൽക്കുകയാണ്. ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ പറ്റിപ്പോൾ വളരെ ദുരിതത്തിലായി മാറിയിരിക്കുകയാണ് ലിജിൻ മാത്യു എന്ന വീട്ടമ്മ. ജപ്തിയല്ല, അടുത്ത 21-ാം തീയതി വീട് പൂട്ടി എന്നെ സീല് ചെയ്ത് ഇറക്കുക എന്നുള്ള നടപടിയിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണ് വായ്പ എടുത്തത്? 2016-17 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഹൗസിംഗ് ലോൺ കേരള സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും എടുത്തത്. 20 ലക്ഷം രൂപയായിരുന്നു എടുത്തത്. അത് കൃത്യമായിട്ട് അടച്ചു വരവേ 2019 വരെ കൃത്യമായിട്ട് അടച്ചു വരവേ എൻ്റെ ഹസ്ബൻഡിന് വിദേശത്തുള്ള ജോലി ഒരു അസുഖത്തെ തുടർന്ന് നഷ്ടപ്പെട്ടു. അതേ തുടർന്ന് അത് അസുഖബാധിതനായി കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ മാക്സിമം വർഷത്തിൽ ഒന്നിച്ചും 6 മാസം കൂടുമ്പോഴൊക്കെ പല രീതിയിൽ, അതായത് പലരോട് കടം മേടിച്ചുമൊക്കെ കൊണ്ട് അടച്ചു. എന്നാൽ 2023 ഭർത്താവ് മരണപ്പെട്ടു. മെഡിക്കൽ കോളേജ് ട്രോമ ICUയിൽ വെച്ചാണ് മരണം നടന്നത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അപ്പോൾ ഹസ്ബൻഡ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ജോലി റിസൈൻ ചെയ്യിച്ചിരുന്നു. 2 കുട്ടികളുണ്ട്. ഇപ്പോൾ അവർക്ക് 8-9 വയസ്സായി. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഭർത്താവിൻ്റെ പേരിലാണ് സ്ഥലം. ഞാൻ പവർ ഓഫ് അറ്റോർണി ആയിട്ടായിരുന്നു ലോൺ എടുത്തത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരുന്ന സമയത്തുണ്ട് 13(2) എന്നുള്ള സർഫാസി ആക്ട് അനുസരിച്ചുള്ള നോട്ടീസ് ഞാൻ കൈപ്പറ്റി. അതേ തുടർന്ന് ഞാൻ എന്നാ ചെയ്തു, ടെൻഷൻ കയറി. കാരണം ജീവിക്കാൻ പോലും മാർഗ്ഗമില്ലാത്ത അവസ്ഥ. വീട്ടിൽ നിന്നും മറ്റു സുഹൃത്തുക്കളുമാണ് അന്നേരം തരുന്നത്. അന്നേരം വിധവാ പെൻഷൻ പോലും അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ നോട്ടീസ് കിട്ടിയപ്പോൾ ഞാൻ പേടിച്ച് വാസവൻ മിനിസ്റ്ററെ കണ്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആപ്ലിക്കേഷൻ ഇട്ടു. അവർ കോൺടാക്ട് ചെയ്തു. പിന്നെ ബാങ്കിൻ്റെ CEO, റീജിയണൽ ഓഫീസർ, പിന്നെ എന്താണ് എല്ലായിടത്തും സമീപിച്ചു. അതിനുശേഷം ഈ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നിച്ചടയ്ക്കുക, ഇളവുകളോടി അടയ്ക്കാമെന്നുള്ള രീതി വന്നപ്പം എന്നെക്കൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയി. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അഡ്വക്കേറ്റിനെ ഒന്നും വെക്കണ്ടല്ലോ. അത് 2023 ജൂലൈ മാസത്തിലാണ് പോയത്. അതായത് ഈ നോട്ടീസ് കിട്ടി അതിനടുപ്പിച്ച് പോയി. പിന്നെ അവിടെ മനുഷ്യാവകാശ കമ്മീഷനിൽ എന്നെ ഹിയറിങ്ങിന് വിളിച്ചു. അതിനുശേഷം ബാങ്കിൻ്റെ മാനേജരെയും ബാങ്കിൻ്റെ അധികാരികളൊക്കെ വിളിച്ചു. 24 അപ്പോൾ ഓർഡർ വരിക. അപ്പോൾ ഇൻ്ററിം സ്റ്റേസ് ഉള്ള സമയത്താണ് എന്നെ വിളിക്കുന്നത്. ആ സമയത്ത് എന്നെ അടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ ദയാപൂർവ്വം എന്നോട് ഇടപെടണമെന്നും തുടർ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നൊക്കെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഓർഡർ കൊടുത്തെന്നൊക്കെയാണ്. ചെറുവള്ളി എസ്റ്റേറ്റിൽ ഭൂമി നാട്ടെടുക്കും. ഞങ്ങളും അപ്പം പുറത്തുനിന്ന് ഏറ്റെടുക്കുന്നതിൽ പെട്ടതാണ്. ഈ വീടിൻ്റെ മണ്ടയിൽ കാറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഡ്രോൺ വരെ പറത്തി നോക്കിയത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കാറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് സക്സസ് ആയിട്ട് അന്ന് പോയത്. അങ്ങനെ ഞാൻ കടമൊക്കെ മേടിച്ച് കടം വീട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഈ സ്ഥലങ്ങൾ വിൽക്കാൻ നോക്കി. അപ്പോൾ ആദ്യം കൊറോണയുടെ സമയമായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ സ്ഥലം വിൽക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ട് സ്ഥലക്കച്ചവടമൊക്കെ ഒരെണ്ണം ഉറപ്പിച്ച് ഈ വീട് സ്ഥലവും കൂടെ ഉറപ്പിച്ചു. അന്നേരമാണ് വില്ലേജുമായിട്ട് സമീപിച്ചപ്പോൾ അറിഞ്ഞത് ഇത് ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ടിന് വേണ്ടി പുറത്തുനിന്ന് ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടു, ഉടനെ വിജ്ഞാപനം ഉണ്ടാവുക എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടി. അതിനെ തുടർന്ന് കച്ചവടം മാറിപ്പോയി. അപ്പോൾ ഈ സ്ഥലം വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് ഈ ബാധ്യത തീർക്കാനും മുന്നോട്ടുള്ള ജീവിതം. കാരണം ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക്
എനിക്ക് കുഞ്ഞുങ്ങളാണ്, ഇപ്പോഴും എനിക്ക് പോകാൻ പറ്റത്തില്ല, കുട്ടികളെ നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സ്ഥലം വിറ്റിട്ട് കടബാധ്യതയും തീർത്ത് ബാക്കി അതിനുള്ള വസ്തു ഉണ്ട്, ഇത് ബാക്കിയുള്ളത് കൊണ്ട് വേണം നമുക്ക് കഴിയാൻ. ഇപ്പോഴും ഹസ്ബൻഡും മരിച്ചു പോയി, എൻ്റെ അവസ്ഥ വീണ്ടും ഒന്നുകൂടെ ദുരിതപ്പെടുകയാണ്. അപ്പോഴാണ് ഈ കോടതി നടപടി. ബാങ്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഗവൺമെൻറ് ഇങ്ങനെ ഇട്ട് വലിപ്പിക്കുവാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരും, വളരെ പ്രതീക്ഷ തരും, എന്നിട്ട് അത് ഇൻ്റർനെറ്റ് സ്റ്റേ വരും. ഇപ്പം ഹൈക്കോടതി അത് രണ്ടാമത് ഇത്രയും കോടി ഗവൺമെൻറ് മുടക്കി, എന്നിട്ട് ഹൈക്കോടതി അത് റദ്ദ് ചെയ്തേക്കുക. അപ്പം ഞാൻ എന്നാ ചെയ്യും? ഇപ്പോൾ ഈ ബുധനാഴ്ച 21-ാം തീയതി നമുക്ക് കോട്ടയം, ഞാൻ അറിഞ്ഞില്ല, ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിനെ തുടർന്ന് ബാങ്ക് എന്നെ കോൺടാക്റ്റ് ചെയ്തില്ല. കോൺടാക്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഓർത്തു പൈസ ബാങ്കിന് കാര്യം മനസ്സിലായിട്ടാണ് അവരിടപെട്ടത് കൊണ്ടായിരിക്കുമെന്നും കൊണ്ട് മരണപ്പെട്ട എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഒരു നോട്ടീസ് അയച്ചു. ഭർത്താവ് മരിച്ചതുകൊണ്ട് റിട്ടേൺ അയച്ചു. എൻ്റെ നോട്ടീസ് നോക്കിയപ്പോഴത്തേനും ഞാൻ അന്നേരം തൊട്ട് ഒരു വല്ലാത്ത അവസ്ഥ. അതായത് ബാങ്ക് കോടതിയെ വിവരം അറിയിച്ച് എനിക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി കമ്മീഷനെ വെച്ചതാണ്. ആ കമ്മീഷൻ ഔദ്യോഗികമായി നോട്ടീസ് മുഖാന്തരം എന്നെ അറിയിച്ചതാണ്. അതിനകത്ത് പറയുന്നത് 21-ാം തീയതി 3 മണിക്കകം ഞാൻ പൈസ അടച്ചില്ലെങ്കിൽ ഇവിടെ എന്നെയും പിള്ളേരെ ഇവിടുന്ന് ഇറക്കി സീല് വെക്കും എന്നാണ്. പിള്ളേർ 5-ലും 4-ലും പഠിക്കുന്ന 2 കുട്ടികൾ അവിടെ കരിമ്പനക്കുളം SH UP സ്കൂളിലാണ് പഠിക്കുന്നത്. എവിടുന്നാ സാറേ? ഞാനും പിള്ളേരും എങ്ങനെ ഇപ്പം മറ്റുള്ളവരുടെ സഹായത്തിലാണ് കഴിയുന്നത്. ഇപ്പം കുറച്ച് നാളായിട്ട് വിധവാ പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ റേഷൻ കാർഡ് ഹസ്ബൻഡിന് ഇതുപോലെ അസുഖമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ടും എനിക്ക് BPL ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇപ്പം പിടിച്ച് നിൽക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് വയ്യാത്തപ്പം തൊട്ട് വീട്ടുകാർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകളും, എനിക്കൊരു മോളുണ്ട് വേറെ, ആ മോളും വീട്ടിലാണ്. ആദ്യ വിഭാഗത്തിൽ ഒരു മോളുണ്ട്. ഞങ്ങളുടെ പഠിപ്പിക്കുന്നത് ഞാനും എൻ്റെ അമ്മയൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അമ്മയും പ്രായമായി വരിക. അപ്പം നേരത്തെ മരിച്ചു പോയതാണ്. ഏക ബ്രദറിന് പറ്റായ്ക്കൊക്കെ കഴിഞ്ഞിട്ട് അവനും എന്താ പറയുക, അവൻ്റെ കാര്യം നോക്കി സഹായിക്കാനൊക്കത്തില്ല അവരെ കൊണ്ട്. കാരണം അവരുടെ ലൈഫ് സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കാനുള്ളതേ അവർക്കുള്ളൂ. അങ്ങനെ അപ്പോൾ എനിക്ക് ഒരിടത്തുനിന്നും പ്രതീക്ഷയ്ക്ക് വകയില്ല. എന്നെ എന്ത് ചെയ്യണമെന്ന് നേരത്തെ മുഖ്യമന്ത്രിയെ അറിയിച്ചു. അവിടുന്ന് കിട്ടിയ നോട്ടീസും കാര്യങ്ങളൊക്കെ റിപ്ലൈ കിട്ടിയത് എൻ്റെ കയ്യിലുണ്ട്. അവിടെ എല്ലാം പറയുന്ന അനുഭാവപൂർണ്ണം ഇടപെടുക എന്നാണ്. അപ്പം ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് എന്നോട് പറയുന്നത് നിങ്ങൾക്ക് അളവ് തരാൻ 2 അല്ലേ 3 തവണ കൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പം എന്നോട് ഞാൻ ഈ ബാങ്ക് ഏരിയ മാനേജരെയൊക്കെ വിളിച്ചു. റീജിയണൽ മാനേജർക്ക് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്, ആപ്ലിക്കേഷൻ. അപ്പോൾ അവർ റീജിയണൽ മാനേജറുടെ ഭാഗത്തു നിന്ന് അദാലത്തിന് വരാൻ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ ഏരിയ മാനേജരോട് തീർത്ത് പറഞ്ഞു എൻ്റെ ഈ പൈസയൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു അദാലത്തിന് വാ, അപ്പം ഒന്നല്ല ഇച്ചിരി പലിശയളവ് വല്ലതും തരാം, ഹസ്ബൻഡ് മരിച്ചത് കൊണ്ട് ഇച്ചിരി പലിശയളവ് വല്ലതും തരാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ജീവിതത്തിന് പോലും പൈസ ഇല്ലാതിരിക്കുന്ന ഞാൻ അതാ പറഞ്ഞത്. എങ്ങനെയാണ് ഇപ്പം എനിക്കൊന്നും പറയാനില്ല. ഇതിപ്പോൾ അത് കണ്ട് ആ സ്ഥലമാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. അതുണ്ട്, അത് കാണാം. അത് കണ്ടില്ല തൊട്ടടുത്ത്. ഇവിടെ നിന്നാണ് കാറ്റിൻ്റെ ഗതി പോലും എടുത്തത്. എൻ്റെ വീടിൻ്റെ മണ്ടേന്നാണ് ഫ്ലൈറ്റ് താഴുന്നതെന്നാണ് അവർ പറഞ്ഞത് തന്നെ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ പറയുക, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ സ്ഥലം വിറ്റാലല്ലാതെ എന്നെക്കൊണ്ട് ഒരു നിവർത്തിയുമില്ല. ബാങ്ക് ഒരു ഇളവ് നൽകുമോ ഇനി? ബാങ്ക് ഇനി എനിക്ക് സമയം തരത്തില്ലായിരിക്കും. കാരണം അവർ ഇത്രയും 2 അല്ലേ 3 പെൻഡിങ് ആയി വർഷം. അപ്പം ബാങ്കിൻ്റെ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ അവർ കാണിക്കുന്നത് ശരിയാണ്. ഇതിപ്പോൾ ഈ എയർപോർട്ട് കയറി വന്നതും എൻ്റെ ഭർത്താവിൻ്റെ അസുഖങ്ങളും ഒക്കെ എൻ്റെ പേഴ്സണൽ പ്രോബ്ലംസ് ആണെന്ന് തോന്നുന്നു. പക്ഷേ എയർപോർട്ടെന്ന് പറയുന്നത് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച ഒരു സംഭവമാണ്. എന്നെ നല്ല ഏരിയ മൊത്തം. പക്ഷേ എനിക്കിങ്ങനെ പതറ്റിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനോ നമ്മൾ സംരക്ഷിക്കാനോ ആളില്ലാത്തത് കൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ? ഏതായാലും ഈ ചെറുവള്ളി എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചത് കോടതി കയറിയതോടെ ഈ കുടുംബമാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഇനിയും ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇളവ് അല്ലെങ്കിൽ ഒരു സാവകാശമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ അറിയാൻ കഴിയൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേരള ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടു. തിരിച്ചടവ് കാലാവധി മുടങ്ങിയതിനാൽ സർഫാസി ആക്ട് പ്രകാരമുള്ള കോടതി ഉത്തരവിനെ തുടർന്നാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് നീങ്ങിയതെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. അതേസമയം വർഷങ്ങളായി എയർപോർട്ട് വരുന്നതിൻ്റെ പേരിൽ ഇവരുടെയും ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നീണ്ടു പോകുന്നതോടെ ഇവരുടെ സമ്പാദ്യമായിരുന്ന ഈ വീട് വിട്ട് ലിജിൻ മാത്യു 2 മക്കളുമായി ഈ വീട് വിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.